ഞാൻ പ്രേക്ഷകരുമായി സംസാരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കൂരോപ്പട പഞ്ചായത്തിൽ പങ്ങട എന്ന ഗ്രാമത്തിൽ നിന്നാണ്. ഈ ഗ്രാമത്തിൽ അന്നമ്മ ട്രൂപ്സ് എന്ന് പറയുന്ന അപാരമായ വൈബുള്ളൊരു സ്ഥലമുണ്ട്. നമ്മൾ ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നമുക്ക് അന്നമ്മ ചേച്ചി ഒന്ന് കാണാം. അന്നമ്മ ട്രൂപ്സിൽ ഉള്ളത് എന്തൊക്കെയാണ് എന്ന് നമ്മളോട് പിയ പ്രവീണ പറയും. പിയ പ്രവീണ, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അപ്പോൾ അന്നമ്മ ട്രൂപ്സിൽ എന്തൊക്കെയുണ്ട്? അന്നമ്മ ട്രൂപ്പിൽ എന്തൊക്കെയുള്ളത് നമുക്ക് കണ്ടാ പോരെ? ശരി, അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടുവരാം. അന്നമ്മ ട്രൂപ്സ് ഒരു അപാരമായ വൈബുള്ള ഒരു സ്ഥലമാണ്. ഇത് ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കില്ല. ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അന്നമ്മ ചേച്ചി നമുക്കിപ്പോൾ ഉണ്ട് അല്ലേ? ഹായ്, അന്നമ്മ ട്രൂപ്സ് എന്നുള്ളത് പേരാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. സ്വദേശം എവിടെയാ ശരിക്കും? ഇവിടെ തന്നെയാണോ? പങ്ങട. പങ്ങട തന്നെയാണ്. അച്ഛനും അമ്മയ്ക്കും ഇവിടെ തന്നെയായിരുന്നു. ഓക്കെ. അന്നമ്മ ട്രൂബിനെ ചില ആളുകളെങ്കിലും സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. അന്നമ്മ ട്രൂബ് എന്നുള്ളത് തന്നെയാണ് പേര്. ഈ ട്രൂബ് എന്നുള്ളത് ഹസ്ബൻഡിന് സ്വിറ്റ്സർലൻഡിലാണ് ആ ഹസ്ബൻഡ് ഉണ്ടായിരുന്നത്. അന്നമ്മ ചേച്ചി സ്വിറ്റ്സർലൻഡിൽ പോകുന്നതിന് മുമ്പ് പേരെന്തായിരുന്നു? അന്നമ്മ വയലിങ്കലാണ് അന്നമ്മ ട്രൂബായി മാറിയത്. അപ്പോൾ അന്നമ്മ വയലിങ്കൽ അന്നമ്മ ട്രൂബായി മാറിയ ഒരു കഥയുണ്ട്. ആ കഥ സ്വിറ്റ്സർലൻഡിലെ കഥയാണ്. സ്വിറ്റ്സർലൻഡിൽ പോകുന്നത് ഏത് വർഷമാണ്? 1973 സ്വിറ്റ്സർലൻഡിലേക്ക് പോയി. അവിടെ ചെന്നു, ട്രൂബേട്ടനെ കണ്ടു. കാതൽ ഒരു സ്മോൾ റൊമാൻസ് വരുന്നു. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ട്രൂബിനെ വിവാഹം കഴിക്കുന്നു. ഓക്കെ. എന്തായിരുന്നു അവിടെ അന്നമ്മ ചേച്ചിയുടെ ജോലി? നേഴ്സായിരുന്നു. അന്നമ്മ ചേച്ചി പതിവ് പോലെ നമ്മൾ ഇവിടെ നിന്ന് യൂറോപ്പിലേക്കൊക്കെ പോകുന്നവരെ പോലെ ഒരു നേഴ്സായിട്ട് പോകുന്നു. സ്വിറ്റ്സർലൻഡിലെത്തി. സ്വിറ്റ്സർലൻഡിലെ പൗരനായ ട്രൂബിന്റെ മുഴുവൻ പേര് യോഹന്നസ് ട്രൂബ്. യോഹന്നസ് ട്രൂബിന്റെ വിവാഹം കഴിക്കുന്നു. എത്ര വർഷം ഒരുമിച്ച് ജീവിച്ചു നിങ്ങൾ? ഞങ്ങൾ 47 വർഷം. 47 ഇയേഴ്സ്. സാധാരണ രീതിയിൽ നമ്മളൊക്കെ പറയാം, നമ്മുടെ നാട്ടിലാണ് ഇത്രയും കാലമൊക്കെ ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുക. 47 ഇയേഴ്സ് യൂറോപ്പിൽ സ്വിറ്റ്സർലൻഡിൽ അവർ ഒരുമിച്ച് ജീവിച്ചു. ഒരു മകൻ അല്ലേ? ഒരു മകൻ, തോമസ് മോഹൻ എന്നൊരു മകനും കൂടിയുണ്ട് ഈ ദമ്പതികൾക്ക്. ട്രൂബ് എന്നാണ് വിട്ടുപോയത്? 2013 ആ യാത്ര അവസാനിച്ചു. ട്രൂബ് നമ്മളെല്ലാവരെയും വിട്ടുപോയി. പക്ഷെ അതിനുശേഷവും അന്നമ്മ ചേച്ചി പിന്നെ സ്വിറ്റ്സർലൻഡിൽ തുടർന്നില്ല, ഇങ്ങോട്ട് പോകുന്നു. തുടർന്നു. ഞങ്ങളുടെ പ്ലാൻ ഇവിടെ റിട്ടയർമെൻറ്റിന് ശേഷം ഇവിടെ പങ്ങടയും സ്വിറ്റ്സർലൻഡുമായിട്ട് അവിടുത്തെ തണുപ്പ് കാലങ്ങളിൽ ഇവിടെ വന്ന് താമസിക്കുക എന്നുള്ള ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോഴാണ് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർച്ചർ. അതുകൊണ്ട് എൻ്റെ മകനും ഫാമിലിയെല്ലാം സ്വിറ്റ്സർലൻഡിലാണ്. കൊറോണ കാലത്ത് മുതലാണ് ഞാനിവിടെ കൂടുതലായിട്ട് സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ കൊറോണ കാലത്ത് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തു തിരിച്ച് അന്നമ്മ ട്രൂബ്. ഇപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കാണെങ്കിലും അടുത്ത നാട്ടുകാരും എല്ലാവരും ഒക്കെ ഉണ്ട്. വെൽ സെക്യൂർഡ് ആണ് ഈ ഏരിയ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ഐഡിയ എങ്ങനെ വന്നു? ഒരു ജിമ്മുണ്ട് ഈ വീടിന് മുകളിൽ, ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് ഇവിടെ. സ്വിറ്റ്സർലൻഡിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള ആ യാത്ര എങ്ങനെയായിരുന്നു? എന്താണ് അങ്ങനെ ഐഡിയ? As I was 34 years old, I had sick, ഷുഗർ രോഗങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്തിരിക്കുമ്പോഴും ഞാൻ അവിടെ ഇതൊരു ലൈഫ് സ്റ്റൈൽ രോഗമാണ്. അപ്പോൾ എൻ്റെ ഫുഡ് ലൈഫ് സ്റ്റൈൽ രോഗത്തിന് എൻ്റെ ഈ ഭക്ഷണം, ആരോഗ്യപരമായിട്ട് എക്സർസൈസ് ഇതിലോട്ട് അങ്ങ് മാറി. എത്ര നാൾ മുതൽ? 34 വയസ്സ് മുതൽ? 34 വയസ്സ് മുതൽ സ്വിം ചെയ്യുമായിരുന്നു. എല്ലാം ജിം കംപ്ലീറ്റ് ചെയ്യും, വർക്കൗട്ട്, ഹെവി ചെയ്യുമായിരുന്നു. രണ്ടുപേരും ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു. ഹെൽത്ത് കോൺഷ്യസ്. ഓക്കെ, ദാറ്റ്സ് വണ്ടർഫുൾ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു പോസിറ്റീവ് വൈബും എനർജിയും ഉണ്ട് എന്നുള്ളത്. നൗ യു ആർ 76. പറയോ? പറയത്തില്ല. അതാണ് അന്നമ്മ ട്രൂബ്. Because of the positivity, because of the energy and health activism. നമ്മളതിനെ പറയുന്നത് ഹെൽത്ത് ആക്ടിവിസം എന്ന് തന്നെ പറയണം. ബോഡിയൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതിനും അപ്പുറത്തേക്ക് ആരോഗ്യമുള്ളൊരു സമൂഹമായിട്ട് മാറണം. അതിന് അന്നമ്മ ട്രൂബ്. ഇത് ഒരു രസകരമായ കാര്യമുള്ളത്, ഈ സ്വിമ്മിംഗ് പൂൾ ഇറ്റ്സ് ഓപ്പൺ ടു പബ്ലിക്, റൈറ്റ്? അത് ഇവിടെ ഈ പ്രളയകാലത്ത് പ്രണയം ഇപ്പോഴും വിട്ടിട്ടില്ല. അപ്പോൾ
ഞാനൊന്ന് മനസ്സിലാക്കും. That was a beautiful romantic time. സ്വിറ്റ്സർലൻഡിലല്ലേ അന്ന് പോകുമ്പോ എത്ര വയസ്സുണ്ടായിരുന്നു ഇവിടുന്ന്? 19 വയസ്സിൽ സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നു. എവിടെ വെച്ചാ ട്രൂവിനെ കാണുന്നത് ആദ്യം? സ്വിറ്റ്സർലൻഡിൽ വെച്ചാ. ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയത് മുതല് ജർമ്മനിയിലും പോയിട്ടുണ്ട്, ബെൽജിയത്തിലും പോയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ സ്വിറ്റ്സർലൻഡിൽ ട്രൂവിനെ കാണുന്നത് എവിടെ വെച്ചാ ഫസ്റ്റ് ടൈം? സൂറിച്ചിൽ വെച്ചിട്ട്. ഫസ്റ്റ് ഗ്ലാൻസ് ഫസ്റ്റ് ലവ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അതാണ് ഇപ്പോഴും പ്രണയം വിട്ടിട്ടില്ല അന്നമ്മ ട്രൂബ്സ്. നോക്കൂ, പ്രണയം വിട്ടിട്ടില്ല എന്നുള്ളത് തന്നെ യൗവനത്തിന്റെ ഒരു ലക്ഷണം കൂടിയാണ്. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഈ പൂള് ഓപ്പൺ ടു പബ്ലിക് ആണ്? പബ്ലിക് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടിയാണ് പണിത്. അന്നേരം ഈ കൊറോണ കാലത്ത് ആളുകൾക്ക് ഒത്തിരി പ്രോബ്ലം, ഒത്തിരി കുട്ടികളും മരിക്കുന്നു മുങ്ങി നീന്താൻ അറിയാമല്ലാതെ. അതുകൊണ്ടൊരു സ്വിമ്മിങ് അക്കാഡമി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സ്വിമ്മിംഗ് പഠിക്കാൻ വരുന്നവർക്ക് ഇവിടെ ചെറിയൊരു പേയ്മെന്റ് ഉണ്ട്. അല്ലാത്ത ആളുകൾക്ക് സ്വിമ്മിംഗ് ചെയ്ത് പെർമിഷനോടുകൂടി പോവാം, ചെയ്യാം. അപ്പൊ അന്നമ്മ ട്രൂബ്സിന്റെ അടുത്തേക്ക് വരിക. നിങ്ങൾക്ക് സ്വിം ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. സ്വിമ്മിംഗ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അന്നമ്മ ട്രൂബിലേക്ക് ഗുഡ്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. ലെറ്റ്സ് ഫോളോ. അപ്പൊ അതിനിടയ്ക്ക് ഈ എങ്ങനെയാണ് ഈ സ്റ്റൈലൊക്കെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തതാണോ അതോ? It's interesting. It's very good looking. You look around 48, 49, hardly 50. Thank you for the compliment. ഇതൊക്കെ എവിടുന്നാണ് ഇതൊക്കെ ഈ സ്റ്റൈൽ? I take for all the world good things I pick up. Okay. We like പക്ഷി. ഒരു പക്ഷിയെ പോലെയാണ്. ഒരു പക്ഷി പറന്നു പോകുന്നത് പോലെ. പക്ഷി നല്ലത് മാത്രമേ പിക്കപ്പ് ചെയ്യൂ. നല്ലത് പിക്കപ്പ് ചെയ്യും. നല്ലതിനെ പിക്കപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. നമ്മൾ പക്ഷികളായി മാറുക എന്നുള്ളതാണ്. അനാവശ്യമായതൊന്നും പക്ഷികൾ ചുമലിലേറ്റാറില്ല, തലയിലും കയറ്റാറില്ല. നമ്മൾ മനുഷ്യർ മാത്രമാണ് അനാവശ്യമായത് മാത്രമേ തലയിൽ കയറ്റൂ, നല്ലത് നമ്മൾ കളഞ്ഞു. ഇതാണ് പക്ഷികൾ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം, അല്ലേ? ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ലെസൺ ഫോർ ടുഡേ. ഇന്നത്തെ ദിവസത്തിലെ ചിന്താവിഷയമാണ് നമ്മളൊരു പക്ഷിയാവുക, നല്ലത് മാത്രം സ്വീകരിക്കുന്ന പക്ഷിയാവുക, ചീത്ത നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കുക, പക്ഷിയാവുക എന്നതാണ് ഇന്നത്തെ മെസ്സേജ്. പരുന്ത് ഒരിടത്ത് ഒളിക്കുന്നില്ലല്ലോ. പരുന്ത് ആ ഉയരത്തിൽ പറ്റുന്ന പോലെ പോവുക. ഈ കോസ്റ്റ്യൂമിന് പ്രത്യേകിച്ച് അഡ്വൈസർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, കൺസൾട്ടൻസി സ്വയം. ഓക്കെ, ഹെയർ സ്റ്റൈൽസ് also that's good, very interesting. Annamma Troop looking 50 at the age of 76. 76ാമത്തെ വയസ്സിലും 50ന്റെ പ്രസരിപ്പോട് കൂടി അന്നമ്മ ട്രൂപ്പിന്റെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പ്രായം കൂടി എന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ധാരാളം ആളുകൾ സിം ചെയ്യാൻ വരുന്നുണ്ട്. സിം ചെയ്യാൻ വന്നേക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ദാ ഈ കുഞ്ഞിനുണ്ടോ നീന്താൻ? ഓക്കെ, വാട്ട്സ് യുവർ നെയിം? എന്താ പേര്? ടെസ ജെയിംസ് നീന്താൻ പഠിച്ചോ? പിന്നെ എന്താണ് നമ്മുടെ പേര്? മണിക്കുട്ടൻ. ഫാമിലി ആയിട്ടാണോ? കുട്ടികളോ? ഇതെല്ലാം നമ്മുടെ കുട്ടികൾ, സ്വന്തം കുട്ടികൾ. ഇവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ? യു ആർ ട്രെയിനർ, റൈറ്റ്? ഓക്കെ, ഇവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. എത്ര കുട്ടികൾ ഇവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട്? ടോട്ടൽ നമുക്ക് ഇപ്പോൾ 50 അബോവ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്ന് ആക്ച്വലി സൺഡേ ചൂടുകാലത്ത് നല്ല രസമാണ്. ഇനി മഴ പെയ്യുമ്പോഴും നല്ല രസമാണ്, വെള്ളത്തിന് ചൂടല്ലേ. ഓക്കെ, ഗ്രേറ്റ്. മോന്റെ പേരെന്താ? ആൽബിൻ. മോളുടെ പേരെന്താ? ദക്ഷ. മോളുടെ പേരെന്താ? മോന്റെ പേരെന്താ? ഏബൽ. നന്നായി സ്വിം ചെയ്യോ? ഇവിടെ നാളെ ഒന്ന് സ്വിം ചെയ്ത് വന്നേ. ക്യുക്ക്, വെരി ഫാസ്റ്റ്. നമുക്കൊരു സ്വിമ്മിംഗ് മത്സരമുണ്ട് ഇന്ന്. അപ്പോൾ റെഡി ആയിക്കോളൂ. ഗെറ്റ് റെഡി ഫോർ ദ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ. റൈറ്റ്, അന്നമ്മ ട്രൂബ്സ്, വെരി ഗുഡ്. താങ്ക് യു. നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മനോഹരമായ ഒരു ആംബിയൻസ് ആണ്. പങ്കട എന്ന് പറയുന്ന സ്ഥലമാണ്, അല്ലേ? പങ്കട എന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്.